ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ടാസ്കിൽ പാവകളി ടാസ്ക്കാണ്. രാവിലെ തന്നെ ആടിയും ബഹളവും ചോര പുഴ ഒഴുകിയെന്ന് തന്നെ പറയാം. ചുമ്മാ എന്താ പറയുക, അക്ബറിൻ്റെ പ്രശ്നത്തിൽ അനുമോളുടെ കൈ മുറിഞ്ഞു, മൂക്കിക്കൂടെ ചോര വന്നു, അവിടെ ഇടിച്ചു ഇവിടെ ഇടിച്ചു. പിന്നെ നെവിനെ അത് കഴിഞ്ഞതിന് ശേഷം നെവിനെ കടിച്ചു. പിന്നെ അനീഷിൻ്റെ കൈ മുറിഞ്ഞു. എനിക്ക് വയ്യ, ഫുള്ള് ചോരയായിരുന്നു. എന്തായാലും ഗെയിം നടന്നുകൊണ്ടിരിക്കുന്നു. അനീഷ് ഏട്ടൻ അടിപൊളിയാണ് കേട്ടോ. അനീഷ് ഏട്ടൻ എല്ലാം ഉടുപ്പിനുള്ളിൽ കയറ്റി വെച്ച് ഏറ്റവും കൂടുതൽ പാവയെ കിട്ടിയിരിക്കുന്ന അനീഷ് ഏട്ടനാണ്. അപ്പോൾ ഇതിനകത്ത് ഇതൊന്നുമല്ല ട്വിസ്റ്റ്. അനീഷ് ഏട്ടനും അതുപോലെ തന്നെ ആദിലയും തമ്മിലൊരു ഡീല് കേട്ടോ. വാഷ്റൂം ഏരിയയിൽ അത് ആരും കാണാതെ ഇല്ല, കള്ളനെ പോലെ പതുങ്ങി. മറ്റുള്ളവർ അക്ബറൊക്കെ വന്ന സമയത്ത് ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്ന പോലെ വാഷ്റൂമിൽ നിൽക്കുന്ന അപ്പുറത്ത് ആദിലയുണ്ട്. എന്താണ് ഡീലെന്നല്ലേ, പാവകൾ ചെയ്യണമെങ്കിൽ ചിലവർക്ക് തല കിട്ടി, ചിലവർക്ക് കൈ കിട്ടിയില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അനീഷ് മുന്നിൽ നിന്നുകൊണ്ട് അനീഷ് ഏട്ടൻ്റെ കയ്യിൽ ഒരുപാട് ഒരു പാവയുടെ ഒരുപാട് തല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അക്ബർ പിന്നെ നമ്മുടെ ആദിലേക്ക് പല പാവകൾക്കും തലയില്ല. അപ്പോൾ പറയുന്നത് എനിക്ക് കൈ തന്നു കഴിഞ്ഞാൽ ഞാൻ തല തരാം എന്ന് പറയുന്നു. അങ്ങനെ 2 കൈ കൊടുക്കുന്നു. അനീഷേട്ടന് ആദില 2 കൈ കൊടുക്കുന്നു. അപ്പോൾ തിരിച്ച് യെല്ലോ എന്താ പറയുക, നീല കളർ തല കൊടുക്കാൻ പറയുന്നു. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തമ്മിലൊരു ഡീലുണ്ട്. അതിനുശേഷം അടുത്ത ഡീൽ ആരോടാണ്? കുറച്ച് കഴിഞ്ഞപ്പോൾ ഷാനവാസ് വന്നു. ഷാനവാസിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഡീല് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു നീ പോയി നന്നായിട്ട് കളിച്ചിട്ട് വാ എന്ന് പറഞ്ഞു. ഷാനവാസ് ഈ കളിയിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ മാറി നിന്നേത് കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം. അപ്പോൾ എന്തായാലും കളി നല്ല ഫണ്ണാണ് കേട്ടോ, ഉള്ളത് പറയാമല്ലോ. ഈ ടാസ്ക്കാണ് ഒരു ഫണ്ണായിട്ട് അനീഷേട്ടനും അതുപോലെ തന്നെ ആദിലും ഒക്കെ നല്ല ഫണ്ണായിട്ടാണ് കൊണ്ടുപോകുന്നത്. നന്നായിട്ട് കളിക്കുന്നുണ്ട് എല്ലാവരും. നോക്കാം, പ്രൊമോയിൽ നമ്മൾ കണ്ടു അക്ബർ കിടന്ന് പൊട്ടിക്കരയുന്നത്, എൻ്റെ പാവ പോയെന്ന്. അതുപോലെ തന്നെ അനുമോൾ കരയുന്നുണ്ടായിരുന്നു. അനുമോളുടെ കാലിൻ്റെ ഈ പാൻറ് വലിച്ച് ഇൻ ചെയ്തിട്ടിട്ട് പാൻറ്റിനുള്ളിലേക്ക് ഇട്ടു, താഴത്തെ ഭാഗം ഷൂസിനുള്ളിൽ കയറ്റി. പക്ഷേ താഴെ ഇരുന്ന് നിവിൻ എന്ത് ചെയ്തു, ഈ കാലിൻ്റെ താഴെ നിന്ന് പാവകൾ ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ടേയിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു രസമായിരുന്നു. പക്ഷേ ഒരൊറ്റ കരച്ചിലില്ല. അനുമോളിലെ കുഞ്ഞു കുട്ടികളൊക്കെ നമ്മളെ കളിപ്പാട്ടൊക്കെ പിടിച്ചു പറിച്ചുകൊണ്ട് പോയാൽ കരയുന്ന പോലെ ഒരു ഭയങ്കര ഒരു കരച്ചിൽ കരഞ്ഞ്. സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വന്നത്. അങ്ങനെ ഇന്നത്തെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ എനിക്കതൊരു ഭയങ്കര ഫണ്ണി ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇല്ല, അങ്കിൾ പണലിൽ ലാലേട്ടൻ ഒരു സീൻ അഭിനയിച്ചില്ലേ, വയറൊക്കെ ഭയങ്കരമായിട്ട് വീർത്ത് വെച്ച്, അതുപോലെയാണ് ഇപ്പോൾ അനീഷേട്ടനെ കാണാൻ കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഡീല് നടക്കുവാണ്. പാവയ്ക്ക് എത്ര പാവകളുണ്ടോ അതിന് എത്ര തല. അപ്പം ഷാനവാസിക്ക പുള്ളി അത്ര പാവയൊന്നും എടുക്കാൻ പോലെ. അപ്പോൾ ചോദിക്കുന്നു നീ എന്താ എടുക്കാതെ മാറി നിന്ന്. പുള്ളി ഏറ്റവും ബാക്കിൽ മാറി നിൽക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും കണ്ടില്ലേ, നല്ല രസമുണ്ട് കേട്ടോ. ഒരു വശത്താണ് കയറ്റിയിരിക്കുന്നത്, അടുത്ത വശത്തേക്ക് കയറ്റാൻ വേണ്ടി ടാസ്കിന് പോയിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത ടാസ്ക് തുടങ്ങാനായിട്ട് എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ലഞ്ച് കഴിച്ചതിന് ശേഷം എല്ലാവരും പോയിട്ട് വീണ്ടും നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആ ഒരു ടാസ്കും കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഫുൾ എടുത്തിട്ട് അതിൻ്റെ എല്ലാം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ വീഡിയോസ് ഇടാം. അപ്പോൾ എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, ഉള്ളത് പറയാമല്ലോ. ഇന്നത്തെ ടാസ്ക് നല്ലതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ആദിലയുമായിട്ടുള്ള ഡീൽ ഇപ്പോൾ കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെടത്തില്ല, ആദിലയുമായിട്ടുള്ള ഡീൽ. പക്ഷേ ഡീൽ വേണം, കാരണം അവർ തന്നെ ആര്യനും അക്ബറും അതുപോലെ തന്നെ നെവിനും ഗ്രൂപ്പ് കളിക്കാനുള്ള തീരുമാനമാണ്. കാരണം ആര്യനും അക്ബറിനുമാണ് ഇതുവരെയുള്ള പോയിൻറ്റ്സിൽ കൂടുതൽ. അപ്പോൾ ഈ ഒരു കളിയിൽ അനീഷ് ഇത് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ, കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അനീഷേട്ടനാവും 1ാം സ്ഥാനത്ത്. അപ്പോൾ അതിനുവേണ്ടി അനീഷേട്ടൻ നോക്കുന്നുണ്ട്. ആദിലയോട് പറഞ്ഞു, ആദിലെ പുറകിലാണ്, ഞാൻ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതാണ്, ഇതുവരെയുള്ള പോയിന്റിൽ 2ാം സ്ഥാനത്താണ്. അപ്പോൾ അതനുസരിച്ച് പാവം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഡീൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഡീല് തുടങ്ങിയത്. നല്ല അടിപൊളിയായിട്ടുണ്ട്. അത് ഈ അക്ബർ വരുമ്പോൾ അക്ബർ ഇത് നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഒന്നും അറിയാത്ത മട്ടിൽ അതെനിക്ക് ഇടയ്ക്ക് ലക്ഷ്മി വന്നിട്ട് പോയി വാഷ്റൂമിൽ. പിന്നെ ഷാനവാസ് അവിടെ നിന്ന് നോക്കുന്നുണ്ട്. അത് പറഞ്ഞു ഷാനവാസ് നോക്കുന്നു എന്ന് ആദിലോട് പറയുന്നു. ആദിൽ ഒളിച്ച് നിന്നിട്ട് ഈ പാവകൾ ഓരോന്നും ഒരു കവറിനകത്ത് വെച്ചിരിക്കുക, അതിൽ നിന്ന് എടുത്തിട്ട് ഈ പാവയ്ക്ക് തലയില്ല, ഒരു തല തരുമോ. അപ്പോൾ അങ്ങനെ അനീഷേട്ടൻ പോയിട്ട് ബാത്റൂമിൽ പോയിട്ട് ഉള്ള സാധനത്തിൻ്റെ പരിശോധിക്കുന്നു. പാവകളെല്ലാം പാൻറ്റിൻ്റെ ഉള്ളിലും ഉടുപ്പിൻ്റെ ഉള്ളിലൊക്കെയാണ് വെച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ കുഞ്ഞു കുട്ടികളെ കണക്കുള്ളൊരു കളിയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് അനീഷേട്ടൻ എന്തിനും ഇത്ര ആവേശത്തിൽ, എന്തൊരു കളിയായത്, നിങ്ങൾക്ക് 40 വയസ്സായില്ലെന്ന്, എനിക്ക് 25 വയസ്സിൻ്റെ മനസ്സാണ് ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞ് കളിക്കുന്നത്.